ഹലോ. മൂന്നാളും എന്താ എങ്ങനെ ഇരിക്കുന്നതെന്നറിയാം. അച്ചാച്ചനുണ്ട് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട് കൊത്തുന്നേ. അപ്പോൾ അത് നോക്കി നിൽക്കുന്നതാണ്. വെറുതെ നോക്കി നിൽക്കുന്നൊന്നുമല്ല, അച്ചാച്ചൻ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് നല്ല രീതിയിൽ തല പുണ്ണാക്കി ആലോചിക്കുന്നതാണ്. അച്ചാച്ചന് സഹായവും അവർക്ക് അറിയാലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് തന്നെ അവസ്ഥ. അച്ചാച്ചൻ കൊത്തി വെക്കുന്ന ഇടയ്ക്ക് എല്ലാം പോയിട്ട് ചവിട്ടി ഉറപ്പിക്കുക, അതാ പണി. പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാത്തതിന് ശേഷം ഞാൻ മെല്ലനെ നിർത്തിനേ. പിന്നെ അമ്മ മഞ്ഞളും വിത്തും എല്ലാം ആയിട്ട് എടുത്തിട്ട് വന്ന് വളവും വിത്തും പിന്നെ അടുത്തതായി ഇനി അമ്മമ്മേനെ നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞ് അടുത്ത് പുല്ല് കുറുക്കലും ആക്കലും ഒന്നും പറയണ്ട. പിന്നെ കുറച്ചെല്ലാം സഹായിക്കലും ഉപദ്രവമായാലും മണ്ണെല്ലാം അറിഞ്ഞ് വളരണ്ടല്ലേ, അതുകൊണ്ട് കുറച്ചെല്ലാം വിട്ട്. പിന്നെ വെണ്ണീരിടാൻ വേണ്ടി സഹായിക്കണം എന്നായി, വിത്തിടണം എന്നായി, നടണം എന്നായി, ഒന്നും പറയണ്ട. ഉപദ്രവമാണോ സഹായമാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും, ചെറുതല്ലേ. നട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ, മഴയിലിടയ്ക്ക് നട്ടിനി. പക്ഷെ ഞാൻ വീഡിയോ ഇന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എനിക്കൊന്ന് സഹായിച്ചുകൂടെ, കുട്ടികൾ വരെ സഹായിച്ചു തുടങ്ങിയില്ലേ എന്നൊന്നും പറയണ്ട കേട്ടോ ആരും. ഞാനും സഹായിക്കുന്നുണ്ട്. വളരെ എടുത്തുകൊണ്ടെന്നറിയാം, ഞാനെടുത്തുകൊണ്ടെന്ന് അവളെ ഞാൻ സഹായിക്കാണ്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്, വായി അടിച്ചിട്ട് തള്ളി മറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. കുറേ നട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലെല്ലാം ചപ്പെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറേ ഭാഗം ഞാൻ തള്ളി മറിച്ച് അവിടെ കൊണ്ടിട്ടതാണ്. അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നല്ല, പിള്ളേരെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് എന്നെ അടക്കാത്തേക്ക് വിട്ട് എല്ലാം കൂട്ടിയിട്ട് പോയാട്ടെ, നമുക്ക് കഴിയുന്നില്ല, എന്തെന്നാ ഇതെന്നും പറഞ്ഞിട്ട്. അച്ചാച്ചനെയും അമ്മേനെയും പറഞ്ഞിട്ടും കാര്യമില്ല, അത്രക്കും നല്ല സഹകരണവും സഹായവും മൂന്നാളെയും ഭാഗത്തുനിന്നും ഉണ്ടായിന്. ഒരാളെ പിന്നെ ഞാനെടുത്ത് കയ്യിൽ വെച്ചിനെ, എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കൈമെന്ന ഭയങ്കര ഉപദ്രവിയാണ്. പിന്നെ ഈ ഓട്ടവും ചാട്ടവും കാണുന്നില്ലേ, ആരായാലും പറഞ്ഞു പോകുമല്ലേ. പിന്നെ ഞാൻ മൂന്നിനെയും കൊണ്ട് അകത്തേക്ക് പോയി. കുറച്ച് സമയം കൂടെ നിന്ന് അനക്കം കിട്ടുമടി, അതുകൊണ്ട്